ഹായ് ഗേയ്സ്, അമ്മയ്ക്ക് ഫ്രൂട്ട് സലാഡ് കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ അച്ഛൻ വന്ന് സ്റ്റാർ സൈനിൽ ഇറങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യാത്ര പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കട ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര ബോറുള്ള പരിപാടിയാണ്. ഞാൻ അതുകൊണ്ട് നേരെ അച്ഛനെ പറഞ്ഞു വിട്ടു. സ്റ്റാർ സൈനിൽ നിന്ന് അച്ഛൻ ആദ്യം ഒരു മരുന്ന് വാങ്ങിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഐസ്ക്രീമാണ് വാങ്ങിക്കാനുള്ളത്. അവിടെയും അച്ഛനെ തന്നെ ഇറക്കി വിടാം. തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്മാർട്ട് പോയിന്റ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പൊ അവിടെ ഇറങ്ങി ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി. പക്ഷെ കുറെ താമസം എടുത്തു കേട്ടോ, കടയിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഫസ്റ്റ് നമ്മുടെ ചെല്ലക്കിളിക്ക് തന്നെ ബലരാമൻകുട്ടന് തന്നെ ഐസ്ക്രീം ഇട്ട് കൊടുത്തു. അവന്റെ പരിപാടി കണ്ടില്ലേ, വന്നു കഴിഞ്ഞാല് ആദ്യത്തെ പങ്ക് അവന് തന്നെ നമ്മൾ എല്ലാ സാധനവും കൊടുക്കാറ്. എല്ലാ സാധനവും എന്ന് പറഞ്ഞാൽ അവന് കഴിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അവന് തന്നെ കൊടുക്കും. ഇവന്റെ ഒരു സ്റ്റാൻഡ് ഇവിടെ ഇരിപ്പുണ്ട്. ആ സ്റ്റാൻഡിന്റെ അടിയിലോട്ട് ഇവനിങ്ങനെ നക്കി വരുന്നുണ്ടെ ആ പാത്രം നീങ്ങി അയ്യോ, ഇതൊരു ഭയങ്കര കോമഡിയാണ് കേട്ടോ. ആ പാത്രം ഇങ്ങനെ നീങ്ങി ആ സ്റ്റാൻഡിന് അടിയിൽ വരും. അപ്പൊ അതിന് മോളിൽ പാത്രം ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവൻ എത്തത്തില്ല. ആശാന്താണ്ട് നക്കി ആ പാത്രം ഇങ്ങനെ നീക്കി ആ സ്റ്റാൻഡിന്റെ അടിയിലോട്ട് കൊണ്ടുവന്നു. കണ്ടോ, ഇനിയിപ്പോ അവന് തലയിടാൻ പറ്റുന്നില്ല. അവനത് കിട്ടുന്നില്ല. അവൻ അതുകൊണ്ട് അങ്ങ് പോയി, വേണ്ടാന്ന് വെച്ചു. ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടൊക്കെ കിടക്കുക. പിന്നെ അവസാനം ഞാനത് കൈ കൊണ്ട് അങ്ങോട്ട് നീക്കി വെച്ചു കൊടുത്തപ്പം വീണ്ടും നക്കുക. ഈ നക്കുന്നതിന് അത് വീണ്ടും ആ സ്റ്റാൻഡിന്റെ അടിയിലോട്ട് ഇങ്ങനെ വരിക. ആ സ്റ്റാൻഡിന് മുകളിൽ ചപ്പാത്തി വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം ഞാനേ ഈയിടയ്ക്ക് ഒരു സംഭവം കേട്ടായിരുന്നു. ഈ പട്ടി ഇങ്ങനെ കുനിഞ്ഞു നിന്നേ തിന്നുന്ന സമയത്ത് അവനെന്തോ ദഹനക്കേടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിന് മുകളിലായിട്ട് വെള്ളവും വെച്ചു, അതേപോലെ പിന്നെ ഒരു പാത്രത്തിൽ ചപ്പാത്തിയും വെച്ചു. അപ്പൊ അവന് നിന്ന് ആഹാരം കഴിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് സ്റ്റാൻഡ് എൻ്റെ അടിയിലോട്ട് കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ പാത്രം. എന്നിട്ട് ചപ്പാത്തിയൊക്കെ മണപ്പിച്ചുകൊണ്ട് നടക്കുക. ഞാൻ വീണ്ടും അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അന്നേരം അതേ കുറെ നക്കും. പിന്നെ ഒരു വിഷയമുള്ളതെന്ന് പറഞ്ഞത് കരിക്കിന്റെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചതേ. അപ്പൊ ആ കരിക്കിന്റെ പീസ് അവൻ തിന്നത്തില്ല. അതിന് ചുറ്റിനുള്ള ഐസ്ക്രീം മൊത്തം അവൻ നക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾക്കുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ കൊതിയുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് നല്ല ഊർജ്ജസ്വലമായിട്ട് നിൽക്കുക. മുന്തിരി, അതായത് സീഡ്ലെസ് മുന്തിരിയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ആപ്പിളൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇതിനകത്തെ ചെറിയൊരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന് ഈ ആപ്പിൾ കടിക്കാനേ വായിലൊറ്റ പല്ലില്ല കേട്ടോ. അപ്പൊ അത് ആപ്പിൾ കടിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു അച്ഛന് മാത്രമുള്ളത് ആപ്പിൾ അരച്ചെടുക്കാം. മറ്റേത് നമുക്കുള്ളത് ഇങ്ങനെ അരിഞ്ഞിട്ടാലേ ഇടയ്ക്കിടയ്ക്ക് ഈ ആപ്പിൾ ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കടിച്ചെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അച്ഛനുള്ളത് മിക്സിക്കകത്തിട്ട് അടിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ തണ്ണിമത്തൻ, സത്യം പറഞ്ഞാൽ തണ്ണിമത്തൻ ഇപ്പോ 2 ദിവസമായി വാങ്ങിച്ചത്. ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പാ തണ്ണിമത്തന്. അമ്മ അത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ കോച്ചി പിടിക്കുന്നു. അയ്യോ. പക്ഷേ അമ്മ ഒരു മണ്ടത്തരം കാണിച്ചു. ഇതിങ്ങനെ ഇടുന്നതിനേക്കാളിലും സത്യം പറഞ്ഞാൽ അരിഞ്ഞിട്ട് അതങ്ങനെ പൂളിയിട്ട് പീസായിട്ട് ഇടുന്നതായിരുന്നു എളുപ്പം. അത് കഴിഞ്ഞിട്ട് അമ്മ കൈ പെരുത്ത് ഒരു വല്ലാതായതുകൊണ്ട് ആ പരിപാടി ഞാൻ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തു. ഇത് സത്യത്തില് ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ല തണുപ്പിച്ചെടുത്ത സാധനമാണ്. കൈ കൊണ്ട് പിടിക്കുന്നുണ്ടല്ലോ. ഇത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും തണുപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിലേ ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം. അല്ലാതെ തണുത്ത സാധനം അരിയാൻ നോക്കിക്കഴിഞ്ഞാൽ കൈ പോക്കൊന്നുമല്ല, നല്ല കോച്ചി പിടിക്കും. ഏകദേശം ആ തണ്ണിമത്തനെ ഞാൻ അരിഞ്ഞ് അതിനകത്തൊന്ന് തോണ്ടി എടുത്ത് ഒരു സത്യത്തില് തേങ്ങ തിരുമിയ ചിരട്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം കംപ്ലീറ്റ് അതിനകത്തൊന്ന് ഞാൻ ചിരണ്ടി ഇട്ടു. ഇനി അവസാനം ചിരണ്ടി അവസാനം കുറെ തൊലിയും കൂടെ അതിൻ്റെ ഇഞ്ഞ് പോന്നു. അത് അമ്മ കുറെ പള്ളൊക്കെ പറഞ്ഞിട്ട് ആ തൊലിയെല്ലാം അതിനകത്തൊന്ന് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ കറുത്ത മുന്തിരി അരിഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഒരു പീസ് തെറിച്ച് നേരെ നമ്മുടെ തണ്ണിമത്തനകത്ത് പോയി. അതൊക്കെ അമ്മ എടുത്തിട്ടു. ഇത് ശരിക്കും സീഡ്ലെസ് മുന്തിരി ഒരു 2-3 അരിഞ്ഞിട്ട് എന്തുവാ ഇതിന്റെ കൂടെ തണ്ണിമത്തന്റെ കൂടെ 2-3 അരിഞ്ഞിട്ട് ഓരോന്നും എടുത്തിങ്ങനെ അരിഞ്ഞിടണം കേട്ടോ. ഇതൊരു വല്ലാത്ത മെനക്കെട്ട പണിയാ. എന്തായാലും അമ്മ തന്നെത്താനെ അതെല്ലാം അരിഞ്ഞിട്ടു. ആവേശം അത്രയ്ക്കുണ്ടേ. അത് കഴിഞ്ഞിട്ട് അച്ഛന് ഉള്ളത് ആദ്യം എടുത്ത് മാറ്റി വെക്കാമെന്ന് വെച്ചു. കാരണം ആപ്പിള് അച്ഛൻ അരിഞ്ഞതാണല്ലോ ഇടുന്നത്.
അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന നമ്മൾ പോത്തീസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നറുനീണ്ടി സർബത്ത് അല്ലെങ്കിൽ നന്നാറി സർബത്ത് എന്ന് പറയും, അത് നമ്മൾ ഒഴിച്ചില്ല, മറന്നുപോയി കേട്ടോ. സത്യത്തില് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പോത്തീസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അമ്മ അത് ആദ്യമേ അത് അച്ഛൻ്റെ അത് ഗ്ലാസ്സിനകത്തങ്ങ് ഇട്ട് കേട്ടോ. അതിന് എങ്ങനെ ഇളക്കുമോ എന്തോ. അമ്മ അതിന് വേറൊരു ചരുവം പിന്നെ രണ്ടാമതെടുത്ത് ആപ്പിളും എല്ലാം കൂടെ, ആപ്പിൾ അടിയിൽ, അതിന് മുകളിൽ ഫ്രൂട്ട്സും തണ്ണിമത്തനും, അതിന് മുകളിൽ പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരുന്നത് സർബത്ത്, അതിന് മുകളിൽ ഐസ്ക്രീം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരുന്ന എല്ലാം കൂടെ അമ്മ ഒരു പാത്രത്തിനകത്തിട്ട് അടിച്ചെടുത്തിട്ട് അതിന് മുകളിൽ ഐസ്ക്രീമും വെച്ച് അച്ഛന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്കുള്ളത് ആപ്പിൾ ദാ ഇങ്ങനെ കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞരിഞ്ഞിടുക. ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രഷ് ആപ്പിൾ ആയതുകൊണ്ട് തൊലിയൊന്നും ചെത്തണ്ട. തൊലിയൊക്കെ ചെത്തിക്കൊണ്ടിരുന്ന ഇനിയിപ്പോ താമസിക്കും, കാരണം അത്രയ്ക്ക് കൊതിയുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ കൊതി പിടിച്ച് പറഞ്ഞ് എനിക്കും കൊതിയായി. ഇനിയിപ്പോ തൊലിയൊന്നും ചെത്തണ്ട, നേരെ അതിനകത്തോട്ട് അങ്ങോട്ട് അരിഞ്ഞിടുക, എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് പൊളപ്പനൊരു പിടി അങ്ങ് പിടിക്കുക. അടിപൊളി. ഇത് കരിക്കിന്റെ സർബത്താ കേട്ടോ. അല്ല, സർബത്തല്ലല്ലോ, ഐസ്ക്രീം. കരിക്കിന്റെ ഐസ്ക്രീം ആയതുകൊണ്ട് ആ കരിക്കിന്റെ ടേസ്റ്റ് കൂടെ വരും. അപ്പൊ എത്ര ഫ്രൂട്ട്സ് ആണെന്ന് നോക്കി, തണ്ണിമത്തനുണ്ട്, ആപ്പിളുണ്ട്, പിന്നെ സീഡ്ലെസ് മുന്തിരിയുണ്ട്, പിന്നെ ഐസ്ക്രീം ആവുമ്പം കരിക്കും അതിനകത്ത് വരും. അപ്പൊ എത്ര ഐറ്റംസ് ആയില്ലേ, അടിപൊളി. അപ്പൊ എനിക്കും അമ്മയ്ക്കും ഉള്ളത് അങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഐസ്ക്രീം അതിന് മുകളില്. ഈ ഐസ്ക്രീം സത്യം പറഞ്ഞ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ അച്ഛൻ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഏത് വേണമെന്നുള്ളത് അച്ഛൻ ഇങ്ങനെ ഓരോന്നും നോക്കി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ കടയിൽ ഞാനിവിടെ പോകേണ്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കൺഫ്യൂഷൻ വരത്തില്ലായിരുന്നു. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു. അടിപൊളി. ഏകദേശം നമ്മുടെ തണ്ണിമത്തന് മൊത്തത്തിൽ തീർന്നു കേട്ടോ. ഒരെണ്ണം ഉണ്ടായിരുന്നതിൽ മുറിച്ച് പകുതി ഇന്നലെ തിന്നു, ബാക്കി പകുതി ഇന്നത്തേക്ക് മാറ്റി വെച്ചത് അത് ഇങ്ങനെ അടിക്കാൻ പറ്റി കേട്ടോ. ഇതൊരു അപ്രതീക്ഷിതമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചൂട് സമയത്തുള്ള അടിപൊളി ഒരു ഫുഡായി പോയി. അതിൽ കുറച്ച് സീഡ്ലെസ് മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് ചുമ്മാതെ പറക്കി തിന്നാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന്, ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇരുന്ന് മൊത്തം അടിച്ചു തീർക്കാമെന്ന് വെച്ചു. അവക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ചൂട് സമയത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫ്രൂട്ട് സർബത്താണിത്. നമ്മൾ കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചാലേ. അത് തന്നെയല്ല, ക്വാണ്ടിറ്റി കൂടുതലുണ്ട് താനും കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനായിട്ട് കിട്ടും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.